ഞാനാണ് കോമളം. എനിക്ക് 9 വയസ്സ്. എനിക്ക് എന്റെ സ്കൂൾ വളരെ ഇഷ്ടാണ്. എന്റെ ചില കൂട്ടുകാർ ചിലപ്പോഴൊക്കെ കുസൃതികളാണ്. പക്ഷെ ഞാനും പലപ്പോഴും കുസൃതിയാണല്ലോ അല്ലേ? കോമളം കുമാർ എന്റെ നല്ല അമ്മയാണ്, പക്ഷെ ദേശകാര്യവുമാണ്. അതിനെന്താ, പപ്പ പറയാറുണ്ട് അവൻ എന്റെ കാര്യങ്ങളും നോക്കുന്നില്ലേ. എങ്കിലും എനിക്ക് പപ്പയാണ് കൂടുതൽ ഇഷ്ടം. ഹലോ, എന്തു പറയുന്നു? പപ്പയുടെ പഴയ സുഹൃത്തുക്കൾ ഭക്ഷ്യാങ്കുലും ആന്റിയുമാണ് ഞങ്ങളുടെ പുതിയ അയൽക്കാർ. മിടുക്കി കുട്ടി. എന്റെ കൂടെ കളിക്കാനായി കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. താങ്ക് യു. ഇന്ന് ഭക്ഷ്യാങ്കിളാണ് എന്നെ സ്കൂളിൽ വിടുന്നത്. പപ്പ വൈകിയാണ് ജോലിക്ക് പോകുന്നത്. അങ്കിൾ വളരെ നല്ലയാളാ. ആന്റിക്ക് വളരെ തിരക്കാണ്. പക്ഷെ അങ്കിൾ വീട്ടിലിരുന്നാണ് ജോലി ചെയ്യുന്നത്. അവരുടേത് നല്ല വീടാ. അവിടെ നിറയെ ഭംഗിയുള്ള വസ്തുക്കളുണ്ട്. വാവ്, യൂണിക്കോൺ. അത് മോളെടുത്തോളൂ, അത് കുഴപ്പമില്ല. ഞാനാ തന്നേന്ന് മോള് അമ്മയോട് പറഞ്ഞാ മതി. അല്ലെങ്കിൽ മോള് അമ്മയോട് പറയണ്ട. പപ്പ പോലും എന്റെ കൂടെ ഇത്രയും കളിക്കാറില്ല. ഭക്ഷ്യാങ്കിൾ എത്ര നല്ലതാ. എവിടെ എന്റെ കുഞ്ഞുവാവാ? എവിടെ മോള്? ഞാനിപ്പ കണ്ടുപിടിക്കുവേ. എവിടെ? പിടിച്ചു. ഒരിക്കൽ അങ്കിൾ എന്നെ ഐസ് മിഠായി കഴിക്കാൻ കൊണ്ടുപോയി. പ്ലീസ് അമ്മയോട് പറയല്ലേ, അമ്മയ്ക്ക് ദേഷ്യം വരും. അമ്മ സ്ട്രിക്റ്റ് ആണ്. എനിക്ക് അമ്മയോടെ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ പേടിയായിരുന്നു. ഞാൻ ഐസ് മിഠായി കഴിച്ചാൽ എന്താ? എന്റെ കൂട്ടുകാരും കഴിക്കാറില്ലേ? ഇനി നമുക്ക് ഒരു പുതിയ കളി കളിക്കാമോ? ഒരു ഒളിച്ചുകളി. അതേ, നല്ല രസമായിരിക്കും. എന്ന് എന്റെ കൂടെ വാ. അങ്കിൾ എന്തായി ചെയ്യുന്നേ? എന്ത് കളിയാണിത്? എന്താ ഇത്? അത് വൃത്തികേടാണെന്ന് തോന്നി. എന്തിനാണ് ഭക്ഷ്യ അങ്കിൾ അങ്ങനെ ചെയ്തത്? എനിക്കത് വൃത്തികേടായി തോന്നി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ കോമളം? മിസ്സിസ് കുമാർ, എനിക്ക് നിങ്ങളോട് കോമളത്തെ കുറിച്ച് സംസാരിക്കാനുണ്ട്. എന്താ മോളെ നീ വിഷമിച്ചിരിക്കണ? സ്കൂളിൽ വെച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? എന്തു പറ്റി? ആരെങ്കിലും നിന്നെ ഉപദ്രവിച്ചോ? നീ എന്നോട് പറയുന്നില്ലെങ്കിൽ എനിക്ക് എങ്ങനെ നിന്നെ സഹായിക്കാൻ കഴിയും? എനിക്ക് രഹസ്യങ്ങളുണ്ട്. ഐസ് മിഠായി കുറിച്ച് ഞാൻ കള്ളം പറഞ്ഞു. എനിക്കാകെ വൃത്തികേട് തോന്നുന്നു. ഞാൻ ചെയ്തത് പറഞ്ഞാൽ അമ്മയ്ക്ക് എന്നോട് ദേഷ്യം വരും. ഇല്ല, ഞാൻ ദേഷ്യപ്പെടില്ലെന്ന് നിനക്ക് വാക്ക് തരുന്നു. നീ എന്റെ മോളല്ലേ, എന്നെ വിശ്വസിക്കേ. അയാൾ ഒരു നല്ല അങ്കിൾ അല്ല. ഏതങ്കിൾ? വേണ്ട, നിൽക്ക്. എല്ലാവരും അറിയും. എങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആരോട് സഹായം ചോദിക്കും? ചൈൽഡ് ലൈൻ. അവിടെ എന്റെ കൂട്ടുകാരി പ്രിയ ജോലി ചെയ്യുന്നുണ്ട്. അവർ കുട്ടികളെ സഹായിക്കും. 10, 9, 8. ഹലോ കോമളം, എനിക്കറിയാം നിനക്ക് സംഭവിച്ചത് നിന്റെ തെറ്റുകൊണ്ടല്ല. ഭക്ഷി അങ്കിളിന് നിന്നെ ഇനി ഒരിക്കലും കാണാൻ കഴിയില്ലെന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തും. എങ്ങനെ സ്വയം സുരക്ഷ നേടാമെന്ന് ഞാൻ കാണിച്ചു തരാം. കുട്ടികളെ, നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ? ഗുഡ് മോർണിംഗ് ചേച്ചി. ശരി. നിങ്ങൾക്ക് പ്രയാസം തോന്നിയ ഒരു സാഹചര്യം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ആ ചേച്ചി, എന്റെ കുഞ്ഞു പട്ടി എന്റെ ചെരുപ്പ് കടിക്കുമ്പോ എനിക്ക് നല്ല ദേഷ്യം വരാറുണ്ട്. അത് ശരിയാ. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നിക്കുന്ന വിധത്തിൽ
ആരെങ്കിലും നിങ്ങളെ തൊടുകയുണ്ടായിട്ടുണ്ടോ എന്നാണ്. നിങ്ങളിൽ ആർക്കെല്ലാം ഇത് അനുഭവപ്പെട്ടിട്ടുണ്ട്? അങ്ങനെയെങ്കിൽ ആരെങ്കിലും തെറ്റ് ചെയ്തെന്ന് അല്ലെങ്കിൽ നമ്മളെ തെറ്റായ രീതിയിൽ തൊട്ടെന്ന് നമ്മൾ എങ്ങനെ അറിയും? ഞാനത് ഇവിടെ വിശദീകരിക്കാം. നമ്മുടെ ശരീരത്തിലുള്ള 4 ഭാഗങ്ങളിൽ ആരെയും തൊടാൻ അനുവദിക്കരുത്. പിറകുവശം, ഇടുപ്പ്, കാലുകൾക്കിടയിൽ, നെഞ്ച് തുടങ്ങിയ സ്ഥലങ്ങളിൽ തൊടാൻ അനുവദിക്കരുത്. ശരി, നിങ്ങൾ പറയൂ. നിങ്ങൾ സ്കൂളിൽ നിന്ന് വീട്ടിലെത്തി അമ്മ കെട്ടിപ്പിടിക്കുമ്പോൾ എന്ത് തോന്നും? ചിലപ്പോ അമ്മയ്ക്ക് പച്ചക്കറിയുടെ മണ. പക്ഷേ നമുക്കത് വളരെ ഇഷ്ടാകാറില്ലേ? ആ, തീർച്ചയായും. നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങളെ കുളിപ്പിക്കുമ്പോൾ ഈ 4 ഭാഗങ്ങളിൽ സ്പർശിക്കാം. കൂടാതെ നിങ്ങളുടെ ഡോക്ടർ അങ്കിളിന് നിങ്ങളെ പരിശോധിക്കുമ്പോൾ അച്ഛന്റെയോ അമ്മയുടെയോ സാന്നിധ്യത്തിൽ സ്പർശിക്കാം. ഈ തൊടൽ നിങ്ങളെ വൃത്തിയും ആരോഗ്യവും ഉള്ളതാക്കുന്നു. നമ്മളെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ആരെങ്കിലും നമ്മളെ തൊടുമ്പോൾ അതിനെ സുരക്ഷിതമായ സ്പർശം എന്ന് വിളിക്കുന്നു. മറ്റാരെങ്കിലും നിങ്ങളെ ഈ 4 ഇടങ്ങളിൽ ഒരിടത്ത് തൊടുകയാണെങ്കിൽ അത് തെറ്റാണ്. മാത്രമല്ല, അത് നിങ്ങൾക്ക് നാണം, ഭീതി, വൃത്തികേട്, അസ്വസ്ഥത, പ്രയാസം എന്നിവ തോന്നിപ്പിക്കാം. പിന്നെ ആരെങ്കിലും നിങ്ങളെ ചീത്ത പടങ്ങളോ സിനിമകളോ കാണിച്ചു തന്നേക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ വസ്ത്രം ഊരുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ തൊട്ടു കാണിക്കുകയോ ചെയ്യാം. അത്തരം പ്രവൃത്തികളെല്ലാം നിങ്ങൾക്ക് സുരക്ഷിതമല്ലാത്തതാണ്. അവയെ നമ്മൾ സുരക്ഷിതമല്ലാത്ത സ്പർശം എന്ന് പറയുന്നു. നിങ്ങൾക്ക് നല്ലതല്ലെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കുമെങ്കിലും ചില ആളുകൾ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ ഭാഗങ്ങളിൽ ആരെങ്കിലും സ്പർശിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഉച്ചത്തിൽ പറയണം, അരുത്. എന്നിട്ട് നിങ്ങൾക്ക് വിശ്വാസമുള്ള ആരുടെയെങ്കിലും അടുത്തേക്ക് ഓടിപ്പോയി പറയണം. ആരുടെ അടുത്ത്? നിങ്ങൾ എന്നോട് പറയൂ, ആരെയാണ് നിങ്ങൾക്ക് വിശ്വാസമുള്ളത്? എന്റെ വീട്ടിലെ പട്ടി. ശരി, നിങ്ങൾക്ക് വളർത്തുമൃഗത്തോട് പറയാം. പക്ഷേ അവന് നിങ്ങളെ മനസ്സിലാകുമോ? അവന് നിങ്ങളെ സഹായിക്കാനാകുമോ? എനിക്ക് മമ്മിയെയും ടീച്ചറെയും വിശ്വാസാണ്. അപ്പോൾ ആരെങ്കിലും നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന രീതിയിൽ എപ്പോഴെങ്കിലും സ്പർശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള ആരോടെങ്കിലും തീർച്ചയായും പറയണം. അവർ മനസ്സിലാക്കുന്നതുവരെ നിങ്ങൾ പറയുക തന്നെ വേണം. നിങ്ങൾക്ക് വിശ്വാസമുള്ള വ്യക്തിയോട് സംസാരിക്കുന്നതിലൂടെ, അത് നിങ്ങളുടെ മമ്മിയോ പപ്പയോ ആകട്ടെ, അത് നിങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കുട്ടിക്കോ വീണ്ടും സംഭവിക്കില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പു തരാൻ സാധിക്കും. നിങ്ങൾ ചൈൽഡ് ലൈൻ എന്താണെന്നറിയണം. നിങ്ങൾ 1098 ഡയൽ ചെയ്യുകയും സഹായം ചോദിക്കുകയുമാണെങ്കിൽ വിശ്വസ്തനായൊരു വ്യക്തി നിങ്ങളെ സഹായിക്കാനെത്തും. നിങ്ങളെ ആരെങ്കിലും തെറ്റായി സ്പർശിക്കുകയാണെങ്കിൽ അതൊരിക്കലും നിങ്ങളുടെ തെറ്റല്ല എന്ന കാര്യം എപ്പോഴും ഓർമ്മിക്കുക. നിങ്ങളുടെ മനസ്സിലുള്ളത് പറയാൻ ഒരിക്കലും ഭയപ്പെടരുത്. ആരെങ്കിലും നിങ്ങളെ വിഷമിപ്പിച്ചാൽ തുറന്നു പറയുക. വിഷമിക്കരുത്, നിങ്ങൾ സുരക്ഷിതരാണ്. എന്താണ് സംഭവിച്ചതെന്ന് മാത്രം എന്നോട് പറയൂ. ഓർമ്മിക്കുക, നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാരോ ഇതുപോലൊരു സാഹചര്യത്തിൽ അകപ്പെട്ടാൽ സഹായം എപ്പോഴും ലഭ്യമാണ്. എന്നെ 1098 വിളിക്കുക. അവിടെ തീർച്ചയായും ചൈൽഡ് ലൈൻ നിങ്ങൾക്കായി ഉണ്ടാകും.